കുങ്കുമച്ചെപ്പിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു പേര്. ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ. ഇത്തരത്തിൽ വലിയൊരു ചർച്ചയാവുകയാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരും ഒപ്പം ഇന്ത്യ നടത്തിയിരിക്കുന്ന ഈ സർജിക്കൽ സ്ട്രൈക്കും ഒക്കെ. ഇതിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടോ? ലോകരാജ്യങ്ങൾ ഇത്രയേറെ ഇതിനെ ഇങ്ങനെ ചർച്ച ചെയ്യാൻ മാത്രം? നമ്മളിതിൻ്റെ ഈ ഓപ്പറേഷൻ ഡീറ്റെയിൽസ് നമുക്ക് ഇതുവരെ കിട്ടുന്ന ഓപ്പറേഷൻ ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഓപ്പറേഷൻ ആണെന്നാണ് പറയുന്നത്. ആദ്യത്തെ 3 ക്രൈറ്റീരിയ വെച്ചാണ് സാധാരണ ഇത്തരം സംഭവങ്ങൾ അസസ് ചെയ്യുന്നത്. ഒന്ന്, ജിയോഗ്രാഫിക്കൽ സ്പ്രെഡ് എന്ന് പറയും. ജിയോഗ്രാഫിക്കൽ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എത്ര ഏരിയയിൽ, അതായത് നമ്മളിപ്പം ഇതിന്റെ നോർത്ത് മോസ്റ്റ് എൻഡ് തുടങ്ങി സൗത്ത് മോസ്റ്റ് എൻഡ് വരെയുള്ള പാകിസ്ഥാന്റെ റീജിയൻ ഏകദേശം 577 കിലോമീറ്റർ ആണ് അതിന്റെ സ്പ്രെഡ്. ഉള്ളിലോട്ട് പോയിരിക്കുന്നത് ഏകദേശം നമ്മുടെ നിയന്ത്രണ രേഖ മുതൽ 100 കിലോമീറ്റർ ഉള്ളിലുള്ള പ്രദേശം വരെ തകർത്തിട്ടുണ്ട്. അതിനെയാണ് ഈ ജിയോഗ്രാഫിക്കൽ സ്പ്രെഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, എത്ര ഡിഫറെന്റ് ടാർഗറ്റിനെ സൈമൾട്ടേനിയസ്ലി കൈകാര്യം ചെയ്യുന്നു. അതായത് നമ്മൾ 9 ഡിഫറെന്റ് സ്ഥലങ്ങളിലെ ഇത്രയും വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഏരിയയിൽ, അതായത് 100 മീറ്റർ വീതിയും ഏകദേശം 577 കിലോമീറ്റർ നീളവുമുള്ള ഒരു ഭൂപ്രദേശത്തായിട്ടാണ് ഈ 9 സ്ഥലങ്ങൾ കിടക്കുന്നത്. അപ്പോൾ അതിനെയാണ് ആ ജിയോഗ്രഫിക്കൽ, അങ്ങനെ 9 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ടാർഗറ്റ്സ്. ഈ ടൈം ഫ്രെയിം ഓഫ് എക്സിക്യൂഷൻ എന്ന് പറയും. ഈ ടൈം ഫ്രെയിം ഓഫ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മിനിറ്റ് ആണ്. മെനഞ്ഞാന്ന് രാത്രി 1:05 മുതൽ 1:25 വരെയുള്ള 20 മിനിറ്റ് സമയം കൊണ്ടാണ് ഇത് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയത്. അങ്ങനത്തെ ക്രൈറ്റീരിയ വെച്ച് നോക്കാം. അപ്പൊ നമ്മളൊരു കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് ഗ്ലോബൽ പ്രിസിഷൻ വാർ സ്ട്രൈക്സ് അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഒന്നാമത് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന, ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന സംഭവം. അതായത് ഹയസ്റ്റ് നോൺ സൈമൾട്ടേനിയസ് പ്രിസിഷൻ സ്ട്രൈക്സ് ഇൻ ടേംസ് ഓഫ് ടാർഗറ്റ് സ്പ്രെഡ് ആൻഡ് ടൈം. ഇത്ര വിൻഡോയ്ക്കകത്ത്. ഇതിന് മുന്നേ ഇപ്പൊ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമിലൊക്കെ അമേരിക്ക നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ 1000 കിലോമീറ്റർ പ്ലസ് റേഞ്ചിലൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഡ്യൂറിങ് ഒരു ഫുൾ സ്കെയിൽ വാറിലാണ്. പ്രിസിഷൻ സ്ട്രൈക്ക് എന്ന് പറയാൻ പറ്റൂല. അതായത് അത് ചില സ്ഥലത്ത് റാപ്പിഡ് ആയിട്ടുള്ള ബോംബിംഗ് ആണ്, കാർപ്പറ്റ് ബോംബിംഗ് പോലെയാണ്. അങ്ങനെ പല സ്ഥലത്തും നമ്മൾ ഈവൻ ഇസ്രായേലിന്റെയും ഇതിനോട് കിടപിടിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അമേരിക്കയും ഇസ്രയേലും റഷ്യയും മാത്രമാണ്. പക്ഷെ അവിടെയൊക്കെ അതിനകത്തുള്ള അതിന്റെ ചില ക്രൈറ്റീരിയകൾ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് എന്തുകൊണ്ടാണ് ഇതിനകത്തുള്ള ഓരോരോ പ്രത്യേകതയായിട്ട് നമുക്ക് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ഇന്ത്യൻ ഓപ്പറേഷനാണ് ഈ 9 പ്രാവശ്യം 9 ഡിഫറെന്റ് സൈറ്റുകളിൽ ക്രോസ് ബോർഡർ ആയിട്ട്, അതായത് പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ, പാകിസ്ഥാന്റെ തന്നെ 100 കിലോമീറ്റർ ഉൾപ്രദേശത്ത് പോയി അവരെ വേണ്ട കാര്യങ്ങൾ നശിപ്പിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ പ്രത്യേകത. ഇന്ത്യയുടെ ആദ്യത്തേതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ലോകത്തേതും ആദ്യത്തേതാണെന്നാണ് ഡേറ്റകൾ പറയുന്നത്. മനസ്സിലായി? അപ്പൊ അത് പാകിസ്ഥാനുള്ളിൽ പോയി. അപ്പൊ ഈ സൈറ്റും നമ്മൾ ഓരോ സാധനവും എടുത്തിരുന്നത് വളരെ സ്ട്രാറ്റജിക്കൽ വാല്യൂ ഉള്ളതാണ്. ഒന്നുകിൽ അവിടെ അതിന്റെ എല്ലാ തീവ്രവാദി സൈറ്റുകളെ മാത്രമാണ് നമ്മൾ ആക്രമിച്ചിട്ടുള്ളത്. അതായത് സിവിലിയൻസിനെ ആക്രമിച്ചിട്ടില്ല, മിലിറ്ററി സൈറ്റുകളെ ആക്രമിച്ചിട്ടില്ല. അപ്പൊ ഒന്നുകിൽ അവരുടെ ഈ തീവ്രവാദികളുടെ നേതാക്കന്മാരുടെ ഒരു കേന്ദ്രമായിരുന്നു, അല്ലെങ്കിൽ അതൊരു ട്രെയിനിങ് ക്യാമ്പായിരുന്നു, അല്ലെങ്കിൽ അവിടെ നിന്നാണ് അവർ ഓപ്പറേഷൻ നടത്തിയിരുന്നത്. ഈ 3 ക്രൈറ്റീരിയകൾ വെച്ചിട്ട് ഇപ്പൊ മാത്രമല്ല, മുമ്പ് ഇന്ത്യയെ ആക്രമിച്ചിട്ടുള്ള സ്ഥലങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 21 സ്ഥലങ്ങളെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം, 20ഓ 21ഓ സ്ഥലങ്ങളെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിൽ 9 എണ്ണം തെരഞ്ഞെടുത്ത്, അതിന് തെരഞ്ഞെടുക്കുന്നതിനൊക്കെ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. അവർ ഉദ്ദേശിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ പ്രധാനമാണ്. അങ്ങനെയാണ് 9 എണ്ണം. ഇപ്പൊ 9 എണ്ണത്ത് അടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്ഥലത്ത് അടിക്കാനൊന്നും വലിയ പ്രയാസമില്ല. അപ്പൊ അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ പ്രത്യേകത, 9 എന്നുള്ളതാണ് ആദ്യത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മാസീവ് ജിയോഗ്രാഫിക് സ്പ്രെഡ്. ഈ നമ്മുടെ ഏറ്റവും മേളത്തെ പിന്നെ നമ്മുടെ അറ്റാക്ക് ചെയ്ത സൈറ്റിന്റെ നോർത്ത് മോസ്റ്റ് എൻഡില് വടക്കേ അറ്റത്തുള്ള, പാകിസ്ഥാന്റെ വടക്കേ ഏകദേശം ഭാഗത്തുള്ള മുസാഫർബാദ് എന്ന് പറയുന്നതാണ് ഒരു സൈറ്റ്. ഏറ്റവും താഴത്തെ തെക്ക് ഭാഗത്തുള്ളതാണ് ബഹവൽപൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 577 കിലോമീറ്റർ ആണ്. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട, ഇത്രയും വൈഡ് ഏരിയയിൽ സൈമൾട്ടേനിയസ്ലി അടിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഭയങ്കരമായ ഒരു കേപ്പബിലിറ്റിയാണ്.
അപ്പൊ അതായത് നമ്മുടെ എയർ പവർ, നമ്മുടെ ഡീപ്പ് അക്രോസ് ആയിട്ട് എനിമി ടെറിട്ടറിക്കകത്ത് കടന്നു പോകാനുള്ള സംഭവം, അത് തന്നെ പാകിസ്ഥാന്റെ എൻറ്റയർ ഏരിയ. ഇപ്പൊ നമ്മുടെ എൻറ്റയർ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, കാശ്മീർ മുതൽ കന്യാകുമാരി വരെയാണ് നമ്മുടെ എൻറ്റയർ ഏരിയ. അപ്പൊ അതിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും സൈമൾട്ടേനിയസ്ലി അടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ പവറാണ്, ഒരു കേപ്പബിലിറ്റിയാണ്. അതുപോലെ പാകിസ്ഥാന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റത്തുള്ള നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ തെരഞ്ഞെടുത്ത് ഒരുമിച്ച് ആക്രമിച്ചു എന്നുള്ളതും ഒരു അത്ഭുതകരമായ ഇതാണ് കാണുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഓൾ ടാർഗറ്റ്സ് ആർ ഹിറ്റ് വിത്തിൻ 20 minutes. അതായത് ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞാൽ 1:05 മുതൽ 1:25 വരെ രാത്രി സമയത്ത് തീർത്തു. ഇതിന് മുന്നിൽ മറ്റ് രാജ്യം, ഇപ്പൊ അമേരിക്ക ആയിക്കോട്ടെ, ഇസ്രായേൽ ആയിക്കോട്ടെ, റഷ്യ ഒക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു പ്രൊലോങ്ഡ് പിന്നെ വാർ ടൈമിലാണ് ചെയ്തിരിക്കുന്നത്. 1-2 ദിവസങ്ങൾ കൊണ്ടൊക്കെയാണ് അവർ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, 20 മിനിറ്റിനുള്ളിൽ പരിപാടി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു റിയൽ ടൈം സാറ്റലൈറ്റ് സിങ്ക്രണൈസേഷൻ എന്ന് പറയും. അതായത് സാറ്റലൈറ്റ് വഴി നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ ആളുകൾ എപ്പോഴും ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ വാണം വിട്ട് വെറുതെ ഇന്ത്യയുടെ കാശ് മുഴുവൻ കളയുന്നത്. ആ സാറ്റലൈറ്റുകളൊക്കെയാണ് ഇന്ന് നമുക്ക് ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഉപയോഗപ്പെട്ടിരിക്കുന്നത്. മറ്റത് പലപ്പോഴും അമേരിക്ക ഓപ്പൺ ആയിട്ടുള്ള വാർ, അമേരിക്ക ആയിക്കോട്ടെ, ഇസ്രായേൽ ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, ഓപ്പൺ ആയിട്ടുള്ള ഒരു വാർ ടൈമിലാണ് അത് ചെയ്യുക. അല്ലെങ്കിൽ ഒരു വാറിന്റെ തുടക്കത്തിലാണ്, യുദ്ധത്തിന്റെ തുടക്കത്തിലാണ്. ഇവരാരും ഒരു ന്യൂക്ലിയർ രാജ്യത്തിന്, അറിയപ്പെടുന്ന ന്യൂക്ലിയർ രാജ്യത്തിനെതിരെ ഇത്തരം ഒരു പരിപാടി ചെയ്തിട്ടില്ല. ഈ അമേരിക്ക ആയിക്കോട്ടെ, ഈ പറയുന്ന ഇസ്രായേൽ ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, ഒരു ന്യൂക്ലിയർ രാജ്യത്തിനെതിരെ ഇത്തരം ഒരു മിസൈൽ ആക്രമണം ഇവരാരും നടത്തിയിട്ടില്ല. അതും ഇതിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇതിനകത്ത് തന്നെ ഈ 20 മിനിറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഈ എയർക്രാഫ്റ്റുകളുടെയും ഡ്രോണുകളുടെയും ഡിഫറൻറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പറന്ന് ഒരേ സമയത്ത് പോകണം. മൾട്ടിപ്പിൾ എയർക്രാഫ്റ്റുകൾ, അതായത് പല ഒരു എയർക്രാഫ്റ്റ് കൊണ്ടോ 2 എയർക്രാഫ്റ്റ് കൊണ്ടോ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. മൾട്ടിപ്പിൾ എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ പല ഡിഫറെന്റ് ബേസുകളിൽ നിന്നാണ്, ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നാണ് ഇവ ഉയർന്നു പൊങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ടൈമിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്, വെപ്പൺ പ്രോഗ്രാമിംഗ്, ഇതൊക്കെ വളരെ പ്രിസൈസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ പവർ കൂടിപ്പോയാൽ എന്ത് പറ്റും? ഇപ്പൊ നമ്മൾ ഈ ഇതിന്റെ ഫോട്ടോസ് ഒക്കെ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ, ഈ പണ്ട് പഹൽകോട്ടിൽ അടിച്ചിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്, അതിനടുത്തൊക്കെ ചുറ്റും കാടുകളും മറ്റതൊക്കെയാണ്. കൊളാട്രൽ ഡാമേജ് കൂടുതലായിരിക്കും. ഇതിനകത്താണെങ്കിൽ നമുക്കറിയാം, അതിന് ചുറ്റും വേറെ കെട്ടിടങ്ങളാണ്. പക്ഷെ നമുക്ക് വേണ്ട കൃത്യമായ കെട്ടിടത്തിന്റെ കൃത്യമായ സ്ഥലത്ത് ചെന്ന് അത് അടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും. അതെല്ലാം ഈ 20 മിനിറ്റിനകത്ത് കഴിഞ്ഞു. മാത്രമല്ല, 4ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം ഇത് ഫൈറ്റർ ജെറ്റുകൾ മാത്രമല്ല, ഈ സ്റ്റാൻഡ് ഓഫ് ആമിനേഷൻ എന്ന് പറയും. സ്റ്റാൻഡ് ഓഫ് മിനീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രോണുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എയർക്രാഫ്റ്റ് ആണ് ഇതിനകത്ത് സുഖോയ് 30, റഫേൽ, ചിലപ്പോൾ ഒരു പക്ഷേ മിറാജ്, ഇത്ര മിറാഷ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബോംബുകൾ വളരെ സ്പെസിഫിക് ഉള്ള സ്കാൽ ബോംബുകൾ, ഹാമർ ബോംബുകൾ, ഇതിനൊക്കെ ഓരോന്നിനും പ്രത്യേകത. അപ്പൊ നമ്മുടെ ഈ ഒരു ഡിസ്കഷന് അതിന്റെ പരിധിയിലല്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ സ്പൈസ് 2000 ബോംബുകളും ഉപയോഗിച്ചിരിക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡ്രോണുകൾ, ഈ ഡ്രോണുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവ വിട്ടു കഴിഞ്ഞാൽ അവ ആ ഭൂമിയുടെ പ്രതലത്തിന് അടുത്തുകൂടെ പോയിട്ട് വേണ്ട സാധനങ്ങൾ കണ്ടെത്തി കറക്ഷൻ നടത്തി, അവ സൂയിസൈഡ് ബോംബുകൾ, പിന്നെ ഡ്രോണുകളാണ്, നേരെ ചെന്ന് ഇടിച്ചങ്ങ് കയറുകയാണ്. അപ്പൊ ഇതെല്ലാം സൈമൾട്ടേനിയസ്ലി ഒരുമിച്ച് പറന്നു പൊങ്ങി എന്നുള്ളതാണ്. അതുപോലെ 5ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് AI, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബാക്ക് ടാർഗറ്റ് സെലക്ഷൻ ആൻഡ് കോർഡിനേഷൻ. ഇതിനകത്ത് നമ്മൾ ഇത്രയും പ്രിസൈസ് ആയിട്ടൊരു കാര്യം ചെയ്യണമെങ്കിൽ സാറ്റലൈറ്റ് വഴി മാത്രം ഇൻഫോർമേഷൻ കിട്ടിയാൽ പറ്റൂല. നമ്മുടെ റോ പോലെയുള്ള ഇന്റലിജൻസ് ഏജൻസീസ്, അതായത് നമ്മുടെ മിലിറ്ററി ഇന്റലിജൻസ്, റോയൊക്കെ ഇവിടെ ആരാണ് ഇതിന്റെ അകത്തുള്ളതെന്നൊക്കെ അതിന് ചുറ്റിനും ഈ സ്പൈ വർക്കും കൂടെ നടത്തണം. അതിന്റെ കൂടെയാണ് ഈ സാറ്റലൈറ്റും ബാക്കിയെല്ലാം വരുന്നത്. അപ്പൊ ഇതിനകത്ത് സാറ്റലൈറ്റ് ഉണ്ട്, സ്പൈ വർക്ക് ഉണ്ട്, ഡ്രോൺ സർവൈലൻസ് ഉണ്ട്. ഇതൊക്കെ മാസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ നേരത്തെ ചെയ്തിട്ടുണ്ടാകണം. ഇതിപ്പോ നടന്നത് 2 ആഴ്ചക്കകത്താണെങ്കിലും ഈ സ്പൈ വർക്കൊക്കെ വളരെ നേരത്തെ നടത്തിയിട്ടുണ്ടാകണം. അപ്പൊ ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തു, അത് AI-യുടെ സഹായത്തോടുകൂടി കോർഡിനേറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, 0 കൊളാട്രൽ ഡാമേജ്. അതായത് നമ്മൾ പോയി ഒരിടത്ത് ഒരു ബോംബ് ഇട്ടു, 0 കൊളാട്രൽ ഡാമേജ്. 0 കൊളാട്രൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ, ഈ ബോംബ് ഇട്ടു, 0 കൊളാട്രൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ 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 ഈ ബോംബ് ഇട്ടു, 0 കൊളാട്രൽ
ആ ബോംബ് അതിന് ചുറ്റിനുള്ള സാധാരണക്കാർ ഒരുപാട് പേര് മരിച്ചു. അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഇൻസ്റ്റലേഷൻ, ഇതിന്റെയൊക്കെ പലതും ഇതിന്റെ തൊട്ടടുത്ത് മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ഉണ്ടായിരുന്നു. അവ നശിപ്പിക്കപ്പെട്ടാലൊക്കെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് സീറോ കൊളാട്രൽ ഡാമേജ് ആണ്. അവര് പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് സാധാരണക്കാരെയാണ് ഒക്കെയാണ് കൊന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് ഒന്നുകിൽ ഇത് തീവ്രവാദികൾ, അല്ലെങ്കിൽ വളരെ എന്ന് വെച്ചാൽ നമ്മൾ നോക്കി അറിയാം അവരുടെ ഫ്യൂണറൽ സർവീസ്, അതായത് അവരുടെ ശവമടക്ക് സംസ്കാരം ചടങ്ങുകൾ നടക്കുമ്പോൾ എല്ലാവരെയും പൊക്കിക്കൊണ്ട് നടന്നത് മിലിറ്ററിക്കാരാണ്. അതായത് മിലിറ്ററി ഓഫീസേഴ്സ് എല്ലാം അവിടെ പ്രസന്റ് ആയിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ ഈ തീവ്രവാദികളെ അവരാണ് പറഞ്ഞയച്ചത്, ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ഈ മിലിറ്ററിക്കാര് തീവ്രവാദിയുടെ വേഷം ധരിച്ച് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലെ പിന്നെ മിലിറ്ററിക്കാർ അവരെ ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല ഈ ശവമടക്ക് ചടങ്ങിന്റെ സമയത്ത്. നിങ്ങൾ ചെന്ന് നോക്കിയാൽ മനസ്സിലാവും, വീഡിയോയിലൊക്കെ അതുണ്ട്. അപ്പൊ ഇതിനകത്ത് അതിന്റെ അർത്ഥം എന്താണ്? വേറെ അറിയപ്പെടുന്ന മിലിറ്ററി ബേസുകളെ ഒന്നും നശിപ്പിക്കാതെ, അടുത്തുള്ള ആളുകൾക്ക് കുഴപ്പം വരാതെ, റിയൽ ടൈം മോണിറ്ററിംഗ് ഉപയോഗിച്ചും ഈ സ്മാർട്ട് ഫ്യൂസ് ഡിറ്റനേഷൻ എന്ന് പറയും. അതായത് നമുക്ക് കറക്റ്റ് അതിന്റെ വേണ്ട സമയമാകുമ്പോൾ ആ ബോംബ് കറക്റ്റ് സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ പൊട്ടും. അപ്പൊ അങ്ങനെയാണ് ഈ വേറെ കൊളാട്രൽ ഡാമേജ് ഒന്നും ഉണ്ടാകാതെ ഇത്രയും ഒരു വലിയ മാസീവ് സ്ട്രൈക്ക് നടത്തിയത്. അടുത്തത് ഈ വളരെ തന്ത്രപരമായ മെസ്സേജിങ്. ഇത് കഴിഞ്ഞിട്ട് ഈ ഓപ്പറേഷൻ അത് എന്താണ് ചെയ്തത്? അവരാദ്യമേ പറഞ്ഞിരുന്നു അടിച്ചത് സിവിലിയൻ ആളുകളെ, അതായത് നമുക്ക് സാധാരണക്കാരെ കൊല്ലണമെന്ന് ഉദ്ദേശമില്ല, മിലിറ്ററിക്കായാലും മിലിറ്ററി ടാർഗറ്റ്സിനെ നശിപ്പിക്കണമെന്ന് താല്പര്യമില്ല, നമുക്ക് വേണ്ടത് തീവ്രവാദികളെയും അവരെ നയിക്കുന്നവരെയുമാണ്. ഇതാണ് കൃത്യമായിട്ട് ആ മെസ്സേജും വളരെ കറക്റ്റ് ആയിരുന്നു. അതായത് ഇതിന് മുന്നേയും ഒരുപക്ഷെ നമ്മൾ മറ്റു രാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, അതിനുശേഷവും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് വാറല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് കൃത്യമായ പനിഷ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. അതും ഒരു വലിയ പ്രത്യേകതയാണ്. ഇങ്ങനെയൊന്നും വളരെ കുറച്ചു പേര് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതായത് അമേരിക്ക ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, ഫ്രാൻസിനെ ആയിക്കോട്ടെ, ഈ 3 രാജ്യങ്ങളും നമുക്ക് ധാരാളം ആയുധം തരുന്ന രാജ്യങ്ങളാണ്. അവരോട് കൃത്യമായിട്ട് ഇതെന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തേ ചെയ്യുള്ളൂ, എന്ത് ചെയ്യില്ല എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള അപ്ഡേറ്റിംഗ് നടന്നിട്ടുണ്ട്. അടുത്തത്, ഇതിനു വേണ്ടി ധാരാളം നമ്മുടെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റവും നമ്മുടെ ഫോർവേഡ് എയർബേസസും ഒരുമിച്ച് ഉപയോഗിച്ചെന്നാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സ്ഥലത്ത് രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ, ഇവിടുന്നെല്ലാമാണ് ഈ ഡ്രോണുകളും വിമാനങ്ങളും പൊങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഇലക്ട്രോണിക് വാർഫെയർ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ റഡാറുകളും കമ്മ്യൂണിക്കേഷനും 20 മിനിറ്റ് നേരത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ജാം ചെയ്തുവെന്നും റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇതിന്റെ ഏറ്റവും അവസാനമാണ് നീതു ആദ്യം പറഞ്ഞ കാര്യം, ഈ ആ പേര്, അതായത് സിന്ദൂർ. എന്താണ് സിന്ദൂർ? നമുക്കറിയാം, നമ്മുടെ ഇവരന്ന് ചെയ്ത ഏപ്രിൽ 22-ാം തീയതി ഇവർ ചെയ്ത ഏറ്റവും ഭീരുത്തമായ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളുടെയും പിന്നെ അവരുടെ പെൺമക്കളുടെയും അല്ലെങ്കിൽ മക്കളുടെയും മുന്നിൽ വെച്ച് അവരുടെ ഈ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ ജാതി മതം ചോദിച്ച് മാറ്റി നിർത്തി വസ്ത്രം ഉരിഞ്ഞിട്ട് ശേഷം ഉറപ്പാക്കി തലയ്ക്ക് വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഞങ്ങളെയും കൂടെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, നീ പോയി നിന്റെ മോദിയോട് പറയാനാണ് പറഞ്ഞത്. അതൊക്കെ ഒരു വളരെ ക്രൂരമായ, ഒരിക്കലും ആരും കേട്ടിട്ടില്ലാത്ത പൈശാചികമായ നടപടികളാണ്. അപ്പൊ അതിന്റെ നമ്മുടെ ഹിന്ദു സ്ത്രീയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്ത്രീയുടെ സിമ്പലാണ് സിന്ദൂരം. നമുക്കറിയാം, അമേരിക്കയിൽ പണ്ട് ഡോട്ട് ബസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇന്ത്യക്കാരെ ആക്രമിക്കുന്ന ഈ ഡോട്ട് ബസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സിന്ദൂരത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഡോട്ട് ബസ്റ്റേഴ്സ്. അപ്പൊ ഇത് ഇന്ത്യൻ സ്ത്രീയുടെ പ്രതീകമാണ് സിന്ദൂരം. ഭർത്താവ് മരിച്ചാൽ അവര് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലുള്ളവർ പിന്നെ പൊട്ടിടത്തില്ല. അപ്പൊ ഇങ്ങനെ വളരെ തന്ത്രപരമായ ഒരു പേര്, അതിന്റെ കൂട്ടത്തില് നമ്മുടെ ഇത് കഴിഞ്ഞിട്ടുള്ള ബ്രീഫിംഗ് നടത്തിയ 2 വനിതകളാണ്. ഇതിലൊക്കെ സൂചിപ്പിക്കുന്നത് വളരെ അസാമാന്യമായ, അതല്ലെങ്കിൽ സമാനതകളില്ലാത്ത പ്രത്യേകതകളുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക്. ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ 9 സർജിക്കൽ സ്ട്രൈക്ക്. എന്തുകൊണ്ടാണ് ഇതിനെ ആരും സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിശേഷിപ്പിക്കാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബലാക്കോട്ടിൽ നടന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കാണ് ഇപ്പം നടന്നത്. 1-ന് പകരം 9 നടത്തിയെന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്കും സെർച്ച് ചെയ്താൽ നോക്കാം, ഇതിന് സമാനതകളുള്ള മറ്റൊരു അറ്റാക്ക് ഒരു രാജ്യം എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നും, ഇത്രയും മിനിമൽ ഡാമേജിൽ വേണ്ട കാര്യങ്ങൾ മാത്രം നശിപ്പിച്ച് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇപ്പൊ എന്താ കുഴപ്പമെന്നറിയോ? ഇങ്ങനെ ചെയ്തത് കൊണ്ട് പാകിസ്ഥാന് തിരിച്ച് നമ്മളെ ആക്രമിക്കാൻ ഒരു സ്ഥലമില്ല. നമ്മളൊരു മിലിറ്ററി ബേസ് ആണ് അടിച്ചതെങ്കിൽ അവർ മിലിറ്ററി ബേസ് തിരിച്ചടിക്കും.
നമ്മൾ അവിടുത്തെ സാധാരണക്കാരെ ആയിരുന്നു ആക്രമിച്ചിരുന്നതെങ്കിൽ അവർ തിരിച്ച് നമ്മുടെ സാധാരണക്കാരെ ആക്രമിക്കും. ഇപ്പം അവർക്ക് ഇവിടെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ഒരു എന്താ പറയുക, ഒരു തീവ്രവാദി ക്യാമ്പില്ല. നേരെ മറിച്ച് ഈ ബോംബ് അപ്പുറം ഇപ്പുറം ഒക്കെ മാറി വീണിട്ട് ആളുകളുടെ സ്ഥലത്തോട്ടും ഈ മിലിറ്ററി ഇൻസ്റ്റലേഷനിലും വീണിരുന്നെങ്കിൽ അതൊക്കെ വലിയ പ്രശ്നമായിട്ട് അവർക്ക് തിരിച്ചു പറയാനൊരു വകുപ്പാകുമായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം മനസ്സിലാക്കുന്നത് അമൃത്സറിലോട്ട് ഒരു മിസൈൽ അയച്ചിട്ടുണ്ടെന്നും അത് വെടിവെച്ചിട്ടുണ്ടെന്നും എന്റെ വിവരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂരിന്റെ സമാനതകളില്ലാത്ത പ്രത്യേകത. ഒരുപക്ഷെ ലോകത്ത് ഇത്തരം ഒരു സ്ട്രൈക്ക് ആദ്യമാണ്. വ്യക്തമാണ്. താങ്ക് യു വെരി മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.